എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 55ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞ LDയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ചില എക്സാമുകളിൽ ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടുണ്ടാകില്ല, വന്നിട്ടുണ്ടാകില്ല. അത് പറഞ്ഞിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ നമ്മൾ തിരുവനന്തപുരം LDക്ക് ഞാനിപ്പോൾ ഒന്നും എത്ര കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനാലിസിസിനോ ഞാൻ ഒന്നും വന്നിട്ടില്ല. കാരണം നമുക്ക് എക്സാമിന്റെ അടുത്തു നമുക്ക് നല്ല തിരക്കാണ്. അപ്പോൾ അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ടാകും എന്താണ് ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മുടെ ഈ 54 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിപ്പോൾ എക്സാം ചെയ്യുന്നവരെ കഴിയുന്നത് വരെ 54 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. എത്ര ക്വസ്റ്റ്യൻ അതിൽ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടാകും. പഠിച്ച ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്തവർക്ക് എത്രത്തോളം അത് ഈസി ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല ഫലവത്തായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിന്ന് കുറേ ഭാഗങ്ങൾ പഠിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. എല്ലാം ആ മൊഡ്യൂളൊക്കെ തീർത്ത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പഠിച്ചു വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും വേണ്ട, ഉദാഹരണത്തിന് ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇപ്പോൾ എന്താണ് മൊഡ്യൂൾ വൈസ് ആയിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ടോപ്പിക്കുകൾ നിങ്ങളിപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ വായിച്ചു പോകുകയല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഇത് കേരള ഭരണ സംവിധാനത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൽ തന്നെ പോക്സോ ആക്ടിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ പോക്സോ ആക്ടിൽ നിന്ന് ഇന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇത് ഏത് നിലവാരത്തിൽ നടന്ന എക്സാം ആണ്, ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ നിന്നിട്ട് യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ ഓരോന്നും കയറി ഇറങ്ങി അവരെന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയാം, ഇനിയിപ്പോ അടുത്ത ഓഗസ്റ്റിലെ എക്സാം ആണ്. ഈ ഓഗസ്റ്റിലെ എക്സാം എഴുതി നടക്കുന്നവരടക്കം സിലബസ് വൈസ് കംപ്ലീറ്റ് ചെയ്യാതെ ഈ തിരുവനന്തപുരത്ത് നടന്ന LDസിലെ കട്ട് ഓഫ് അന്വേഷിച്ചിട്ടായിരിക്കും നടക്കുക. കാരണം അവരായിരിക്കില്ല എക്സാം എഴുതിയത്. 100% സത്യമായിരിക്കും. ആരും ഇതിലില്ല എന്ന് ഒരിക്കലും എന്നാണ് പറയരുത്. കാരണം സത്യമാണ്. ഇനി ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ എക്സാം വരാൻ പോകുന്ന ജില്ലക്കാരായിരിക്കും തിരുവനന്തപുരം LD എഴുതിയവർക്ക് ഉണ്ടാവില്ല. എഴുതിയവര് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. എഴുതാത്തവർ എന്ത് ചെയ്യുന്നുണ്ടാവും എന്നറിയോ, ഈ തിരുവനന്തപുരം LD എക്സാമിന്റെ കട്ട് ഓഫിന്റെ പിന്നാലെ അവർ നടക്കണം. എത്ര വരും അതിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അത് നടക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പിന്നാലത്തുള്ള ഹാങ് ഓവർ ഇനിയും മാറിയിട്ടുണ്ടാവില്ല. അല്ലാതെ ഇതാ ക്വസ്റ്റ്യൻ വന്നു, ഇന്നതാണ് മോഡൽ ചോദിച്ചിരിക്കുന്നത്, സിലബസ് കംപ്ലീറ്റ് ആക്കട്ടെ, നന്നായിട്ട് റിവിഷൻ ചെയ്യട്ടെ, അങ്ങനെ ആരും ചിന്തിക്കില്ല. അവിടെയാണ് നമ്മുടെ പരാജയം വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. പ്രീവിയസ് ക്വസ്റ്റ്യന് എന്നും ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു വിജയം 100% ഉറപ്പാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടാൻ വൈകണമെന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഞാനിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് പ്രയാണം ഇന്നലകളിലൂടെ എന്നൊരു ടെലിഗ്രാം ചാനലിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു ദിവസം 2 3 ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചാനൽ, നല്ലൊരു ചാനൽ, എനിക്ക് പോലും നല്ലോണം മാറ്റം വരുത്തിയ ഒരു ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്നുള്ള ചാനൽ. ഇതൊരിക്കലും എന്താണ് ആ ചാനലിൽ പറയാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്. കാരണം എനിക്ക് തന്നെ ഞാനും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യാൻ നല്ല മടിയുള്ളവരായിരുന്നു. പക്ഷെ അവരുടെ ഓരോ കോട്ടിങ്ങും അവർ രാവിലെ ഓരോ കമന്റ് നമുക്ക് തരാറുണ്ട്. അവർ ഒരു പരസ്യം ഒന്നുമില്ല അതിൽ ആ കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നറിയും, സ്വയം മാറിപ്പോകും. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാകും. അതിൽ ഒരാളും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുള്ള ഒരു ചാനലാണ് പ്രയാണ ഇന്നലകളിലൂടെ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ ചാനലിലൂടെ. ഞാനൊക്കെ പ്രിന്റ് എടുക്കുകയാണ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ അവർ ബണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബണ്ടില് പോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അവർ പ്രിന്റ് ആയിട്ട് എടുക്കാൻ പോലെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രിന്റ് എടുത്തു. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലിരുന്നിട്ട് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 2 3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാണ ഇന്നലകളുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 1, ലോക ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ലോക ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ, സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, തോമസ് ബാച്ച്. മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. മാറിയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ. ഞാൻ ഇതിൽ ആൻസർ കീ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ് അല്ലേ? റൂസോയാണ്. ഓപ്ഷൻ ഡി ആണ്, റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. ഇനി
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം. ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം എപ്പോഴാണ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത്? എപ്പോഴാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് 1689. ഓപ്ഷൻ 1689 ബിൽ ഓഫ് റൈറ്റ്സ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ 1856 എന്താണ് 1856 പ്രത്യേകത അറിയാലോ അല്ലെ? ബറേലിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നമുക്കറിയാം റിവോൾട്ട് വരുന്നത് അല്ലെ, 1857 വിപ്ലവം വരുന്നത്. അതിൽ 1857 ബറേലിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഭക്ത് ഖാൻ ആണ്. ഭക്ത് ഖാൻ ആണ് ബാ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ കേട്ടോ. ബറേലിയില് ഭക്ത് ഖാൻ. അടുത്തത് അഞ്ചാമത്തത് ഇംഗ്ലീഷ് ചരിത്രത്തിലെ രണ്ടാമത്തെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇംഗ്ലീഷ് ചരിത്രത്തിലെ രണ്ടാമത്തെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, അവകാശങ്ങളുടെ ബില്ല്. ദ ബിൽ ഓഫ് റൈറ്റ്സ് അവകാശങ്ങളുടെ ബില്ലാണ് ഇംഗ്ലീഷ് ചരിത്രത്തിലെ രണ്ടാമത്തെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത് ദ സ്പിരിറ്റ് ഓഫ് ലോ. ഓർമ്മയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിരുവനന്തപുരം LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ആ 4 ഓപ്ഷൻ തന്നിട്ട് നമുക്ക് ചേരുംപടി ചേർക്കാൻ ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് തന്നിട്ട് റൈറ്റില് മോണ്ടസ്ക്യൂ ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയതാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ചെയ്യില്ലേ? ചെയ്യും. ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആരാണ്? മോണ്ടസ്ക്യൂ. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. 3 ഓൺലി. 3 ഏതാണ്? ഡ്രംലിൻസ്. ഡ്രംലിൻസ് ആണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോമിന് ഉദാഹരണം. റിമോട്ട് സെൻസിങ്ങിന്റെ തരം, അതിൽ സെൻസറുകൾ പ്രകാശത്തിന്റെ സ്വാഭാവിക ഉറവിടത്തെ ആശ്രയിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചോ? റിമോട്ട് സെൻസിങ്ങിന്റെ തരം, അതിൽ സെൻസറുകൾ പ്രകാശത്തിന്റെ സ്വാഭാവിക ഉറവിടത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. ഏതാണ്? പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. ഇതില് സെൻസറുകളില് പ്രകാശത്തിന്റെ സ്വാഭാവിക ഉറവിടത്തെ ആശ്രയിച്ചിരിക്കുന്നത് പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. ഏതൊരു പ്രദേശത്തിന്റെയും താപനില നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഏതൊരു പ്രദേശത്തിന്റെയും ഒരു പ്രദേശം എടുക്കുമ്പോൾ അവിടെ താപനില നിർണ്ണയിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് എന്നാണ് ചോദ്യം. 4 ഒന്ന് വായിച്ചു നോക്കിക്കേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഡി ആണ് അവിടെ വരുന്നത്. ശ്രദ്ധിച്ചിട്ട് പഠിക്കണം കേട്ടോ. 1, 2, 3, 4 ഒക്കെ എന്ത് തന്നെയാണ്? അതിന്റെ ആൻസർ ആയിട്ട് വരും. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപ് നദി ഏതാണ്? ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപ് നദി ഏതാണ്? ഓപ്ഷൻ സി ഗോദാവരി അല്ലെ. നർമ്മദയും താപ്തിയും ഒക്കെ എവിടെയാണ്? അറബിക്കടലിലേക്ക് പതിക്കുന്ന നദികളാണ് അല്ലെ. പിന്നെ ബ്രഹ്മപുത്രയൊക്കെ എന്താണ്? ഉപദ്വീപീയ നദിയാണോ? അല്ല, ഹിമാലയൻ നദികളാണ്. അപ്പൊ ഇവിടെ ഏത് ആൻസർ വരും? ഗോദാവരിയാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീരരേഖയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കടൽത്തീരമുള്ള ജില്ല ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ ഡി കണ്ണൂരാണ്. 2022 ഐക്യരാഷ്ട്ര കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 നടന്നത് എവിടെയാണ്? COP27 എവിടെയാണ്? ഈജിപ്തിലാണ് കേട്ടോ. 2022 COP27 ഈജിപ്തിലാണ്. COP28 2023 നടന്നു. എവിടെയാണ്? ദുബായിലാണ് കേട്ടോ. ദുബായ്, UAE കേട്ടോ. UAE ദുബായിലാണ് COP28 നടന്നത്. അടുത്ത് വരാൻ പോകുന്ന ഒരു LDCയിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അടുത്തത് വിത്ത്, ജലം, വളം എന്ന പേരിൽ അറിയപ്പെടുന്ന നയം. വിത്ത്, ജലം, വളം എന്ന പേരിൽ അറിയപ്പെടുന്ന നയം ഏതാണ്? അതില് എ ആണ് കേട്ടോ. ഹരിത വിപ്ലവമാണ്. വിത്ത്, ജലം അതൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്?
ഹരിത വിപ്ലവമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? LD-ക്ക് ഉണ്ടായിരുന്നില്ലേ ഹരോൾഡ് ഡോമർ മോഡൽ? നമുക്ക് പഞ്ചവത്സര പദ്ധതി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലുണ്ടായിരുന്നില്ലേ? ഹരോൾഡ് ഡോമർ മോഡൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യതയുടെ വർദ്ധിച്ചു വരുന്ന ക്രമം അനുസരിച്ച് ഇനി പറയുന്നവ ക്രമീകരിക്കുക. ദ്രവ്യതയുടെ വർദ്ധിച്ചു വരുന്ന ക്രമം അനുസരിച്ച് ഇനി പറയുന്നവ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് 4 1 3 2 കേട്ടോ. 4 1 3 2. 4 എന്ത് വരും? പുസ്തകങ്ങളുമായുള്ള ടേം ഡെപ്പോസിറ്റുകൾ ഫസ്റ്റ് വരുന്നുണ്ട്. പിന്നെയോ ബാങ്കുകളിലെ സേവിംഗ് ഡെപ്പോസിറ്റ് അടുത്തത് വരും. പിന്നെ മൂന്നാമത്തത് ബാങ്കുകളിലെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അടുത്തത് പൊതുജനങ്ങളിലെ കറൻസിയും നാണയങ്ങളും. ഒരു എക്സ്പേർട്ടിനാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക? അതിനെ ഒഴിവാക്കി വിടുക. അല്ലാതെ ഒന്ന് കറക്കി കുത്താൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നിൽക്കരുത് കേട്ടോ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്മൾ ഇംഗ്ലീഷ് അല്ല അല്ലെ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പറഞ്ഞേ, ആരാണ്? PC മഹൽനോബിസ് അല്ലെ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാഖ്യ, സമ്പ്രദായം, ഇതൊക്കെ ആര് തന്നെയാണ്? PC മഹൽനോബിസ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? GSTയുടെ പിതാവ് ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ് കേട്ടോ. AB വാജ്പേയി ആണ്. ഇത് ചോദ്യം വരും കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കണം. GSTയുടെ പിതാവ്. അടുത്തത്, നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. വൈസ് ചെയർമാൻ. ഇപ്പോ ആരാണ് വൈസ് ചെയർമാൻ? സുമൻ ബെറി. ഇപ്പോ ആരാണ് CEO? ആരാണ്? BVR സുബ്രഹ്മണ്യം. അപ്പൊ ഫസ്റ്റത്തെ അരവിന്ദ് പനഗരിയ, ഇപ്പോഴത്തെ ആരാണ്? സുമൻ ബെറി, ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ 104-ാം ഭേദഗതിയുമായി 104-ാം ഭരണഘടനാ ഭേദഗതി നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 100 മുതൽ തൊട്ടിട്ട് 106 വരെയുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. കറണ്ട് അഫെയറിൽ 100 to 106. 106 വനിതാ സംവരണ ഭേദഗതിയുമായിട്ട്, ഇപ്പൊ വനിതാ സംവരണ നിയമം കൊണ്ടുവന്നില്ലേ, അതിലുമായിട്ട് പാർലമെന്റിൽ ആദ്യമായിട്ട്, ഇപ്പൊ പുതിയ പാർലമെന്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതല്ലേ വനിതാ സംവരണ നിയമം. 106-ാം ഭേദഗതി, 128-ാമത്തെ ഭേദഗതി ബില്ല്, അത് പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കണേ. ഇന്ത്യയിൽ 104-ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 104. നമുക്കറിയാം അല്ലേ, ലോകസഭയിലൊക്കെ. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന്, ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടോ? ഇല്ല അല്ലെ. അത് സീറ്റ് സംവരണം ചെയ്ത് അന്ന് ആശയം നീക്കം ചെയ്തോ? ഇതൊന്ന് ഓപ്ഷൻ വായിച്ച് നോക്കിക്കേ, ചെയ്ത് നോക്കിക്കേ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ്. ഓൺലി 1ഉം 2ഉം മാത്രം കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന്, ലോകസഭയിൽ, അതായത് ആംഗ്ലോ സീറ്റ് എന്ത് ചെയ്തു? ഇല്ലാതാക്കി. പിന്നെ SC/ST വിഭാഗങ്ങൾക്കുള്ള സീറ്റുകൾ നിർത്തലാക്കുന്നതിനുള്ള സമയപരിധി 70-ൽ നിന്ന് എന്താക്കി? 80 വർഷമായിട്ട് നീട്ടുകയും ചെയ്തു. ഓൺലി ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. 1, 2 കേട്ടോ. 1, 2 മാത്രം. ഇനി ഇവിടെ ഈ സാമൂഹികമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ 10% സംവരണം, അത് ഏതാണ്? 103-ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. ഇത് 103 ആണ്. ഇത് 103 ആണ്. മറ്റു രണ്ട് ഓപ്ഷനിൽ 104-ാമത്തെ ഭേദഗതിയാണ്. പഠിച്ചു വെക്കണേ. അടുത്തത്, നിയുക്ത കമ്മ്യൂണിറ്റികളുടെ പൗരന്മാരുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള ഇനി പറയുന്ന കമ്മീഷനുകളിൽ ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ ഏറ്റവും പുതിയ പദവി നേടിയത് ഏതാണ്? ഏറ്റവും പുതിയ പദവി ഏതിലാണ്? ഭരണഘടനാ പദവി പുതിയ അതില് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ ആണ് കേട്ടോ. കാരണം 1993 സംതിങ്ങില് ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് ഭരണഘടനാ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഈ 10% സംവരണം, ഇത് 103-ാം ഭേദഗതിയാണ് പറഞ്ഞില്ലേ. ഇതിലൂടെയാണ് ഈ പിന്നോക്ക വിഭാഗക്കാർക്ക് എന്ത് ചെയ്തത്? ഇപ്പൊ 2018-ലാണ് ഈ ഭേദഗതി വരുന്നത്. ഈ 103-ാമത്തെ ഭേദഗതി 2018-ലാണെന്ന് തോന്നുന്നത്. ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പറയാണ്. അപ്പോഴാണ് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷൻ എന്ത് ചെയ്തത്? ഭരണഘടനാ പദവി കൊടുത്തു. പക്ഷെ നമ്മൾ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ആ 93 കാലഘട്ടം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോഴേ ഉണ്ടെന്നല്ല. അപ്പൊ ഭരണഘടനാ പദവി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷന് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ 103-ാം ഭേദഗതി പറയില്ലേ, ആ സമയത്താണ് ഈ പിന്നോക്ക വിഭാഗക്കാർക്ക് എന്ത് ചെയ്തത്? ഭരണഘടനാ പദവി കൊടുത്തിരിക്കുന്നത്.
അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരാണ്? സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ. ആരാണ്? HVR അയ്യങ്കാർ ആണ് കേട്ടോ. HVR അയ്യങ്കാർ. അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് ഇംഗ്ലീഷ് വായിക്കാൻ തന്നാൽ ശരി, നിങ്ങൾക്ക് എന്താണ് മലയാളം ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചിട്ട് നോക്കണം കേട്ടോ. അടുത്തത് സമീപകാല പൗരത്വ ഭേദഗതി നിയമം 2019 സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരിച്ചറിയുക. പൗരത്വ ഭേദഗതി നിയമം 2019 കൊണ്ടുവന്നു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായിട്ട് എന്താണ് പ്രസ്താവന? ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോണ്ട്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. ഒന്ന് വായിച്ചു നോക്കിയാലോ. 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ തുടങ്ങിയ 6 വ്യത്യസ്ത മതം 6 ഓർമ്മ വെക്കണം വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കായിട്ട് ഈ നിയമം പാസാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റ് അതിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചു. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലകൾക്ക് പൗരത്വ വ്യവസ്ഥകൾ ബാധകമല്ല. അപ്പൊ ഈ 2019 പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ലാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? അസം, മേഘാലയ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് അല്ലേ? അസം, മേഘാലയ, മിസോറാം, ത്രിപുര ട്ടോ. വന്യജീവികളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് വിശദമാക്കിയിരിക്കുന്നത്? ഏതിലാണ് വന്യജീവികളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം? 48A അല്ലേ വരുന്നത്? ഏത് 48A ഒക്കെ ഏതിലാ വരിക? ഏതിൽ വരും? ഓപ്ഷൻ ബി യിലെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് കോഡിലെ പുതിയ ഭേദഗതിയെ കുറിച്ച് തെറ്റായ പ്രസ്താവന. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഫ്ലാഗ് കോഡിൽ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇത് തെറ്റാണ് കേട്ടോ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണ്? ദേശീയ പതാക കൈകൊണ്ട് നെയ്തതോ യന്ത്രം കൊണ്ട് നിർമ്മിച്ചതോ കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി, ബണ്ടിങ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതു സ്വകാര്യ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവയിലെ അംഗങ്ങൾക്ക് ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുന്നു. പിന്നെയോ 2019 നിരോധിച്ച മെഷീൻ നിർമ്മിത പതാകകൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പുതിയ കോഡ് എടുത്തു കളഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. പരിഷ്കരണ നിയമം അനുസരിച്ച് ലോക്പാലിന്റെയും ലോകായുക്തയുടെയും സ്ഥാപനം താഴെ പറയുന്ന ഏതെല്ലാം സവിശേഷതകളാൽ വിശേഷിപ്പിക്കപ്പെടണം? ലോക്പാലും ലോകായുക്തനെയൊക്കെ നിയമിക്കുന്ന സമയത്തും എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്നാണ് ചോദിച്ചത്. അവിടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. ഓൺലി 1, 4 മാത്രം ട്ടോ. 1, 4 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്തൊക്കെയാണ്? അവരുടെ നിയമനം കഴിയുന്നിടത്തോളം അരാഷ്ട്രീയമായിരിക്കണം. കാരണം രാഷ്ട്രീയ ഇടപെടലൊന്നും അവിടെ പാടില്ല. എന്താണ്? രാഷ്ട്രീയ ഇടപെടലൊന്നും ലോകായുക്ത ഇതൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ശ്രദ്ധിക്കണം. ലോക്പാലും ലോകായുക്തനെയൊക്കെ നിയമിക്കുന്ന സമയത്ത് ഒരിക്കലും രാഷ്ട്രീയ ഇടപെടലുകൾ വരുത്. പിന്നെയോ എക്സിക്യൂട്ടീവിൽ നിന്നുള്ള ഒരു ആനുകൂല്യവും അവർ പ്രതീക്ഷിക്കരുത്. എക്സിക്യൂട്ടീവിൽ നിന്നുള്ള ഒരു ആനുകൂല്യവും അവർ പ്രതീക്ഷിക്കരുത്. അടുത്തത്. കേരളത്തിലെ 4ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ആരാണ്? ഓപ്ഷൻ ഡി ആണ്. പ്രൊഫസർ MA ഉമ്മനാണ് കേട്ടോ. ഇപ്പൊ ആരാണ് സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ? വിജയാനന്ദ്. ആരാണ്? വിജയാനന്ദ് ആണ്. അടുത്തത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഭരണത്തിന്റെ മേൽ ജുഡീഷ്യൽ നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ? ഭരണത്തിനു മേല് ജുഡീഷ്യൽ നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ. ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1, 2 ആൻഡ് 4 കേട്ടോ. 1, 2, 4 എന്തൊക്കെയാണ്? സർക്കാരിനെതിരെയുള്ള കേസുകള്, ജുഡീഷ്യൽ അവലോകനം, നിയമപരമായിട്ടുള്ള അപ്പീല്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഗവേണൻസ് പദ്ധതി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിന് കേരള സർക്കാർ രൂപീകരിച്ച ഗവേണൻസ് പദ്ധതി ഏതാണ്? ഇൻഫർമേഷൻ കേരള മിഷൻ ആണോ? അക്ഷയ ആണോ? കേരള സ്റ്റേറ്റ് IT മിഷൻ ആണോ? അടുത്തത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതാണോ? അല്ല അല്ലെ. ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് കേട്ടോ. ഇൻഫർമേഷൻ കേരള മിഷൻ ആണ്.
സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടല്ലോ, അതിന്റെ സർക്കാരിന്റെ സ്ഥിരം പ്രധാന വകുപ്പായി മാറിയ വർഷം. ഓപ്ഷൻ സി ആണ് 1974. സംസ്ഥാന ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ സ്ഥിരം പ്രധാന വകുപ്പായിട്ട് മാറ്റിയ വർഷം. പഠിക്കണം. സംസ്ഥാന ആസൂത്രണ ബോർഡ് നമ്മൾ പറയാറുണ്ട് പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 വന്നു. അപ്പോൾ സർക്കാരിന്റെ സ്ഥിരം പ്രധാന വകുപ്പായിട്ട് മാറ്റിയത് 1974 കേട്ടോ. 1974 മറക്കരുതേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്ന് വായിച്ചു നോക്കിക്കേ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയത്? വായിച്ചു നോക്കിയല്ലോ, ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടല്ലോ, അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ചീഫ് സെക്രട്ടറി ആണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ഇവിടെ പെട്ടെന്ന് പോയിട്ട് നമ്മൾ റവന്യൂ മന്ത്രി എന്ന് എഴുതും, കാരണം അദ്ദേഹം വൈസ് ചെയർമാൻ ആണ് കേട്ടോ. ചെയർമാൻ നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് അല്ലെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ ചോദിച്ചാൽ മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ ആരാന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ റവന്യൂ മന്ത്രി എഴുതേണ്ടത്. CEO ആരാണെന്ന് ചോദിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി എഴുതണം. നമ്മൾ പെട്ടെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുമ്പോൾ വേഗം റവന്യൂ മന്ത്രി എഴുതും, ശ്രദ്ധിക്കണം കേട്ടോ. വൈസ് ചെയർമാൻ ആണ് റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി ആണ് CEO. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് ഇനി പറയുന്നവയിൽ ഒന്ന് അപ്പീൽ അധികാരികളായിട്ട് പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ എ ആണ് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർമാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ റംസാർ സൈറ്റ് അല്ലാത്തത് ഏതാണ്? വെള്ളായണിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേമ്പനാട് കായലും അഷ്ടമുടിക്കായലും ശാസ്താംകോട്ട കായലും ഈ മൂന്നും എന്താണ്? റംസാർ സൈറ്റുകളാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ നോൺ സ്റ്റാറ്റ്യൂട്ടറി? തെറ്റായ ഓപ്ഷൻ വായിക്കുന്നില്ല, കാരണം അത് മനസ്സിൽ പതിയും. അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ ഓട്ടോണോമസ് ബോഡിയാണ്. എന്താണ്? സ്വയം ഭരണാധികാരം ആർക്കില്ല? ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർക്ക് സ്വയം ഒന്നും കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ ഓട്ടോണോമസ് ബോഡിയാണ്. അടുത്തത് കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ചെയർമാൻ ആര്? കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി KREWSന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അഡ്വക്കേറ്റ് വി വിശ്വംഭര പണിക്കരാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതൊന്നും എന്താണ് അങ്ങനെ അങ്ങോട്ട് കയറി പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. റൂറൽ എംപ്ലോയ്മെന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ ഒക്കെ പഠിക്കാം. നമുക്ക് എന്ന് സ്ഥിരം ഒരു ഒഴുക്കുണ്ട് അല്ലെ. മനുഷ്യാവകാശ കമ്മീഷനാരാണ്, വിവരാവകാശ കമ്മീഷനാരാണ്, ഉപഭോക്തൃ ആരാണ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇവരൊന്നും നമ്മൾ നോക്കിയിട്ട് പോലും നമുക്കൊന്നും ഇവർ ആവശ്യമില്ല. പക്ഷെ PSC ഇപ്പൊ ഈ അടുത്ത് നടന്ന എക്സാമിനൊക്കെ എന്താണ് അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കയറി വരുന്നത്. കാരണം ഇവർ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്കും അറിയും. അപ്പോൾ ഇതിങ്ങനെ അറിയുന്നില്ലെങ്കിൽ വിടുക കേട്ടോ. എന്നിട്ട് ഓരോരുത്തർക്ക് ഇല്ലാത്ത ചാൻസ് ഒന്നും ഇല്ലാത്ത അധികാരങ്ങളൊന്നും നിങ്ങൾ ഓപ്ഷനിൽ കൂടെ കൊടുത്തു പോകരുത് കേട്ടോ. ഇന്ത്യയുടെ ചീഫ് ലേബർ കമ്മീഷണർ ആരാണ്? കണ്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ? സെൻട്രലാണ്, കേന്ദ്രത്തിലാണ്. ലേബർ കമ്മീഷണർ ആരാണ്? ചീഫ് ലേബർ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ അജയ് കുമാർ സാമന്തരായി. ആരാണ്? അജയ് കുമാർ സാമന്തരായി. ചർമ്മം, കണ്ണുകൾ, ഹൃദയം എന്നിവ എന്താണ്? ഒരു അവയവങ്ങളാണ് അല്ലെ, ഓർഗൻസ് ആണ് അല്ലെ. ചർമ്മം, ത്വക്ക് നമ്മൾ പറയാറില്ലേ, കണ്ണ്, ത്വക്ക്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു അവയവങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ ഓപ്ഷൻ സി ആണ്. 37.2. നോക്കി, ട്രില്യണിലാണ് കണക്കാക്കാൻ വേണ്ടി. നോക്കിയേ, ട്രില്യണിലാണ് കേട്ടോ. 37. ക്വസ്റ്റ്യൻ പോയി ഒരു പോക്ക് നോക്കിക്കേ. 37.2 ട്രില്യണില് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ 37.2.
ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യമായ പോഷക ഘടകം. ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ എന്താണ്? ഫോളിക് ആസിഡ് ആണ് കേട്ടോ. ഫോളിക് ആസിഡ് ഗുളികകൾ, ടാബ്ലറ്റ് കണ്ടിട്ടില്ലേ? അംഗനവാടികൾ വഴി ഫോളിക് ആസിഡിന്റെ ഗുളികകൾ നന്നായിട്ട് കഴിക്കണം പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഫോളിക് ആസിഡ് ആണ് കേട്ടോ. പ്രോട്ടീൻ കുറവുള്ള രോഗം. പ്രോട്ടീൻ കുറവാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണ്? കോഷിയോർക്കർ. ഓർമ്മയുണ്ടോ? കോഷിയോർക്കർ ഓർമ്മയുണ്ടോ? അടുത്ത എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കീടവാഹിനി വഴി പകരുന്ന രോഗം. നമുക്ക് എക്സാം ഹാളിൽ കീടവാഹിനി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ തിരുവനന്തപുരം LD കഴിഞ്ഞിട്ട് വന്നിട്ട് പുറത്ത് നിന്നിട്ട് നല്ലോണം ഡയലോഗ് അടിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈസി ആയിരുന്നു, അങ്ങനെയാണ്. എനിക്ക് ആ ജില്ലയിലാണ് എക്സാം, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എഴുതുകയാണെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിയേനെ അത്ര കിട്ടിയേനെ. ഇതൊക്കെ വെറും എന്താ പറയുക, കാറ്റിൽ പറത്തി വിടാവുന്ന വാക്കുകൾ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എക്സാം എഴുതുമ്പോൾ അറിയും. ഇവർ തന്നെ ഈ ജില്ലകളിൽ പോയിട്ട് നല്ല എക്സാം, ഈ പറയുന്ന ആൾക്കാർ തന്നെ ആ ജില്ലകളിൽ നല്ല എളുപ്പമുള്ള എക്സാം പറഞ്ഞാൽ ഇവിടെ വന്ന് പറയാം, അയ്യോ അവിടെ പോയിട്ട് നെഗറ്റീവ് ആക്കി, അവിടെ പോയിട്ട് അത് ചെയ്തു, ഇതൊക്കെ പറയുകയും ചെയ്യും. പുറത്തു നിന്ന് എന്താ പറയുക, സ്റ്റേജിൽ ഇരുന്നിട്ട് പുറത്തിരുന്നിട്ട് കളി കാണാൻ നല്ല രസമാണ്. പക്ഷെ സ്റ്റേജിൽ കളിക്കുന്നവർക്കല്ലേ അതിൻ്റെ വിവരം അറിയുള്ളൂ. അതുപോലെയാണ് നമ്മുടെ കാര്യം. എക്സാം എഴുതിയിട്ട് വരുമ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ കട്ട് ഓഫ് ഞാൻ പറയുന്നില്ല, നമുക്കത് പറയാനുള്ള അധികാരമില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു നോർമലായിട്ട് നമുക്കൊരു നല്ല പഠിച്ച ഉദ്യോഗാർത്ഥിയൊക്കെ ഒരു 70 മാർക്കൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും. എന്നാൽ 65-ന് മീതിയുള്ളവർക്കൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വരട്ടെ, കഴിയട്ടെ, പഠിച്ചവരൊക്കെ കയറട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. കീടവാഹിനി വഴി പകരുന്ന രോഗം. കീടവാഹിനി വഴി പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. അടുത്തത് ഹാനികരമായ ശബ്ദം. എത്ര ഡെസിബലിന് മേലെയാണ് നമ്മുടെ ചെവിക്ക് പ്രശ്നമുണ്ടാക്കുന്നത്? എത്ര ശബ്ദമാണ്? ഓപ്ഷൻ ഡി നോക്കി, 80 ഡെസിബൽ കേട്ടോ. 80 ഡെസിബൽ ആണ് സൗണ്ട്. ഹാനികരമായ ശബ്ദം എന്നത് 80 ഡെസിബൽ ആണ് കേട്ടോ. നമ്മൾ സാധാരണ പഠിക്കേണ്ട 120 ഡെസിബലിന് മേലെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയ ആൻസർ 80 ഡെസിബലിന് മേലെ തന്നെ എന്താണ്? ഹാനികരമായ ശബ്ദമാണ് കേട്ടോ. കരിമീനിന് കാട്, കറുത്ത് കത്തുന്ന കാറ്റ് ഫിഷ്, അടുത്തിടെ നൽകിയ ശാസ്ത്രനാമം. കരിമീനിന് അടുത്തിടെ നൽകിയ ശാസ്ത്രനാമം. എൻ്റെ അമ്മ, ഇതെങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? കരിമീനിന് നൽകിയ കരിമീന്റെ ശാസ്ത്രനാമം നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണല്ലോ. ഏതാണ്? ഹെട്രോനൂസ്റ്റസ് അല്ലേ? ഏതാണ്? ഫ്യൂസ്കസ് അല്ലേ? പഠിക്കുന്നത്. അതുപോലെ കുറച്ച് ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഈ താമരയുടെ, ഈ അടുത്ത് നടന്ന ഏതൊരു എക്സാമിനാണ് താമരയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചത് 2014. ഓപ്ഷൻ ഡി. പഠിച്ചോളൂ കേട്ടോ, പഠിച്ചോളൂ. ഇന്ത്യയെ പോളിയോ വിമുക്തമാക്കിയിട്ട് പ്രഖ്യാപിച്ചത് 2014. പ്രകാശത്തിന്റെ ഏത് നിറത്തിന് ഒരു സുതാര്യ മാധ്യമത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്? പ്രകാശത്തിന്റെ ഏത് നിറത്തിന് ഒരു സുതാര്യ മാധ്യമത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവാണ്? ഏതിനാണ്? ഓപ്ഷൻ എ ആണ്, ചുവപ്പിനാണ്. ഒരു ദ്രാവകത്തിന്റെ വിവിധ പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തി. ഒരു ദ്രാവകത്തിന്റെ വിവിധ പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തി വിസ്കോസ് ഫോഴ്സ് ആണ് കേട്ടോ. വിസ്കോസ് ഫോഴ്സ് ആണ്. ഇനി ഇവിടെ M പിണ്ഡമുള്ള ഒരു വസ്തു തിരശ്ചീനമായ ഒരു പ്രതലത്തിൽ തെന്നി നീങ്ങുന്നു. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം G ആണെങ്കിൽ ഗുരുത്വാകർഷണ ബലം F, വസ്തുവിൽ പ്രവർത്തിക്കുന്ന W സൃഷ്ടിച്ചത് കണക്ക് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വഹിക്കുന്നത്. F = mg, W = 0, F = mg. ശ്രദ്ധിക്കണം കേട്ടോ, F = mg യും W = 0 യും കേട്ടോ. അവിടെ ഗുരുത്വാകർഷണ ത്വരണമൊക്കെ കണക്കാക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മലമുകളിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഭാരം എന്താണ് സംഭവിക്കുക? നമ്മൾ ഈ 4 ദിവസം മുമ്പ് ഒരു എക്സാം നടത്തിയാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തുവിന്റെ ഭാരം എങ്ങനെയായിരിക്കും? മേലേക്കും മാസും ഭാരവും കൂടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മലമുകളിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഭാരം എന്ത് ചെയ്യുന്നു? ഭാരം എന്താ ചെയ്യുക മലമുകളിലേക്ക് പോകും തോറും? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത്
ഫുള്ളർ C60 ജാമിതിയിൽ അടങ്ങിയിരിക്കുന്നത്. ഫുള്ളർ C60 ജാമിതിയിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 20 ഹെക്സാഗൺസ് എന്താണ് 20 ഹെക്സണുകൾ മാത്രം ട്ടോ. ഓപ്ഷൻ ബി ആണ് ട്ടോ. 20 ഹെക്സണുകൾ മാത്രം. എന്താണ് 20 ഹെക്സണുകൾ മാത്രമാണ് ഫുള്ളർ C60 ജാമിതിയിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തത് ആവർത്തന പട്ടികയിലെ പ്രധാന ഗ്രൂപ്പ് എലമെന്റുകളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 2 ഉം 3 മാത്രം. 2 ഉം 3 ഉം 2 3 നമുക്കറിയാം. എഫ് പിന്നെ ഫ്ലൂറിൻ അറിയാം. നമുക്കൊരു ഇലക്ട്രോനെഗറ്റീവ് മൂലകമാണ് ഫ്ലൂറിൻ എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾക്ക് അതിനെക്കാട്ടും അറിയുണ്ടാവും. എന്തൊക്കെയാണ് വരിക? 2 3 ഉണ്ടോ. PO പ്രധാന ഗ്രൂപ്പ് എലമെന്റ് ആണ്. F എന്നത് പ്രധാന ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് ക്വസ്റ്റ്യൻസ് അറിയാത്തതുണ്ട്. പിന്നെ നന്നായിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ 55 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എത്ര അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി ഫസ്റ്റ് തുടങ്ങിയിട്ട് നോട്ട് ചെയ്തിട്ട് ക്ലാസ് കണ്ടിട്ട് വന്നവരാണെങ്കിൽ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടും. വരാൻ പോകുന്ന എക്സാമുകൾ എന്താവും, നമുക്ക് നല്ല രീതിയിൽ അത് മാർക്കും കിട്ടും. ഇനി ദയവ് ചെയ്തിട്ട് തിരുവനന്തപുരം LDയുടെ പിന്നാലെ പോകരുത്. തിരുവനന്തപുരം LD കഴിഞ്ഞു എന്നിട്ടുള്ള ചിന്തിക്കുക കേട്ടോ. ഇനി തിരുവനന്തപുരം LDയുടെ പിന്നാലെ പോകണ്ട. മുന്നിലൊരു LD വരാൻ നിൽക്കുന്നുണ്ട്, അത് പഠിച്ചിട്ട് എഴുതാൻ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ടുമാറോ അറിയാലോ ഗാദി എക്സാം. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോകുന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക കേട്ടോ. റിവിഷൻ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ OA വരുന്നുണ്ട്, നമുക്കറിയാം. ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ LGS വരുന്നുണ്ട്. അതിന് മുന്നോട്ട് നിൽക്കാതെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇനി പോകരുത് കേട്ടോ. അപ്പോൾ ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ഇടുക. എന്താ പറയുക, കഴിഞ്ഞ 54ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ദൈവത്തിനോട് നന്ദി പറയുന്നു. ജോലി കിട്ടിട്ട് എന്തായാലും അവർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അവർ കമന്റ് ചെയ്തതാണ്. പേരില്ല, എനിക്കതുകൊണ്ട് പറയാനായിട്ട് കഴിയില്ല. എന്തായാലും 100% അവർക്ക് ജോലി ഉറപ്പാണ്. 100% ജോലിയാണ്. വെയിറ്റ് ചെയ്യുക കേട്ടോ, അഡ്വൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്താണ് പിന്നെന്താ പറയാനൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിരുന്നേ. താഴെ കമന്റ് കൂടിയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകണം കേട്ടോ. യൂട്യൂബിന്റെ പിന്നാലെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇട്ട് വരുമ്പോൾ അതിന്റെ താഴെ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, അതിന് ടൈമില്ല, ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ സമയം അനാവശ്യമായിട്ട് കളഞ്ഞ് എന്താ പറയാ, ഇപ്പൊ അടുത്ത LDക്കുള്ള തീവ്രമായ സിലബസ് ബേസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു ഇത് പറയുകയാണ്, സിലബസിന് നന്നായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. സിലബസ് നന്നായിട്ട് പഠിച്ചെടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്യുക. എല്ലാ ടോപ്പിക്കുകളും മാത്സ് എടുക്കുക. ഓരോരോ ടോപ്പിക്കിൽ എത്രത്തോളം ഒരു ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്തൊക്കെ വരുന്നുണ്ട് അതിൽ കണക്കുകൾ, അത് ഫുള്ളും ചെയ്ത് പഠിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രത്തിന്റെ അവിടെ ടിക്ക് ചെയ്ത് വെക്കുക. പിന്നീട് അറിയാത്ത ക്വസ്റ്റ്യൻ പിന്നെ ആ ചെയ്ത് പോകണ്ട. അറിയാത്ത നോട്ട് ചെയ്തില്ല, ടിക്ക് ചെയ്തില്ല, അത് മാത്രമേ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോരോ ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ആക്കുക. സിലബസ് എടുക്കുക. കേരള ഭരണ സംവിധാനം ഫുൾ കംപ്ലീറ്റ് ആക്കി പഠിക്കുക. എല്ലാം പഴുതടച്ച് പഠിക്കുക. ഇനിയായിട്ടും ഡിഗ്രി ലെവലൊന്നും പഠിക്കാൻ പോകണ്ട, കേൾക്കണ്ട, അത് പഠിക്കുക. അങ്ങനെ സുപ്രധാന നിയമങ്ങൾ എടുക്കുക, പഠിക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുക, പഠിക്കുക. അങ്ങനെ ടോപ്പിക്കായിട്ട് മാറ്റി പോവുക. ദയവ് ചെയ്ത് ഇങ്ങനെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പോക്കന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.